ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ കുറച്ച് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. 1, 3. ക്ഷയം, ചിക്കൻ ബോക്സ്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക. സ്കർവി ഏത് വിറ്റമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ സി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിലറിയപ്പെടുന്നു? പ്ലാസ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത്? 2ഉം 4ഉം. അനാമിക, അർക്ക. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത്? ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? 1984. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ്. ഒരു ബാക്ടീരിയ രോഗമല്ലാത്തതേത്? ഹെപ്പറ്റൈറ്റിസ്. അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി. തെന്നി നീങ്ങുന്ന സന്ധി. കേരളത്തിൽ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിൽ അറിയപ്പെടുന്നു? ശലഭം പദ്ധതി. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സൻ്റെ പുസ്തകം ഏത്? നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? കുന്തിപ്പുഴ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ഏഴോം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു? പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിൻ്റെ പദ്ധതി ഏത്? താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷ് ആയിരിക്കും? ഹരിതസസ്യങ്ങൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളാണ് വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. അന്നപൂർണ.
മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഹൃദയം. 62 ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം? നിശാന്തത. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞനിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു? ടാർട്രസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി? വയോമധുരം പദ്ധതി. പപ്പായയുടെ ജന്മദേശം ഏത്? അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന്? 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ്. ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം സി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി? മൃതസഞ്ജീവിനി. വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്? ജലദോഷം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? സൈലന്റ് സ്പ്രിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏത്? പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ്? എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? സിംഹവാലൻ കുരങ്ങ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര? 32. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ ഏത്? വിറ്റമിൻ ഡി. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? വൈറസ്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടൽ. മാരകരോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? താലോലം. സങ്കരീനം തക്കാളി ഏത്? അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? ഹൈഡ്രോപോണിക്സ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത്? ഇക്കോളജി. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? വംശനാശ ഭീഷണി നേരിടുന്നവ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8. ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സി.
കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? സുകൃതം. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? 1 ഉം 3. കുഷ്ഠം, കോളറ. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. അന്തരീക്ഷവായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കരവർഗമാണ്? തെങ്ങ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 21. ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം? മാംസബുക്ക്. ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. മനുഷ്യരിൽ അവസാനം മുളച്ചുവരുന്ന പല്ല് ഏതാണ്? ചർവണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്? ഇരവികുളം. താഴെ കൊടുത്ത ജീവികളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? ടോക്കോഫെറോൾ. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഡങ്കിപ്പനി പരത്തുന്നതേതുതരം കൊതുക്? പെൻ ഏഡിസ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. AB രക്തഗ്രൂപ്പ്, സാർവത്രിക ദാതാവ്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ കെ. NaCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലജന്യ രോഗം ഏത്? കോളറ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കോർണിയ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? മുഖക്കുരു, വർദ്ധിച്ച ആക്രമണാത്മകത, മാനസിക ചാഞ്ചാട്ടം. മുകളിൽ കൊടുത്തവയെല്ലാം അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അർബുദം. വിളർച്ച, അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? ഇരുമ്പ്. കേരളത്തിലെ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? 2008. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായതേത്? വൈറ്റമിൻ എയുടെ കുറവ്. കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ 3ാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേരളം.